പശ്ചിമഘട്ട സംരക്ഷണത്തിൽ ശാസ്ത്രീയ തെളിവുകളും ജനപങ്കാളിത്തവും പ്രാദേശിക അവകാശ സംരക്ഷണവും ഒരുപോലെ ചേർത്ത് വെക്കേണ്ടതാണെന്നും പരിസ്ഥിതി സംരക്ഷണം സാമൂഹ്യ നീതിയിൽ നിന്ന് വേർപെടുത്താനാവില്ലെന്നും കേരള കാർഷിക സർവകലാശാല പ്രൊഫസറും കേരള സംസ്ഥാന ആസൂത്രണ സമിതി മുൻ മെമ്പറുമായ ഡോക്ടർ ജിജു പി അലക്സ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാധവ് ഗാഡ്ഗിൽ ഓർമ്മ പുസ്തക പ്രകാശനവും പരിസ്ഥിതി സെമിനാറും കണ്ണൂർ പരിഷത്ത് ഭവനിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വെസ്റ്റേൺ ഘട്ട് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ടിനെ കുറിച്ച് കേരളത്തിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളും തെറ്റായ പ്രചരണങ്ങളും കാരണം അതിന്റെ ശാസ്ത്രീയവും ജനപക്ഷപരവുമായ നിർദ്ദേശങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയ പശ്ചാത്തലത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൈവവൈവിധ്യം സംരക്ഷിക്കുമ്പോൾ തന്നെ ആദിവാസികളുടെയും പ്രാദേശിക ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങളും ജീവിതോപാധികളും ഉറപ്പാക്കണമെന്നതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ മുഖ്യ നിലപാടെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച പരിസ്ഥിതിയും വികസനവും ഇന്ത്യൻ അനുഭവങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം ഡോക്ടർ ജിജു പി അലക്സ് നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് പുസ്തകം ഏറ്റുവാങ്ങി. പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ള 17 പ്രമുഖരുടെ ലേഖനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടി ഗംഗാധരൻ മാസ്റ്റർ പുസ്തകത്തെ പരിചയപ്പെടുത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി വി ജയശ്രീ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് വിനോദ് പയ്യട ഗാഡ്ഗിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ കെ ഗീതാനന്ദൻ, എം ദിവാകരൻ, കെ വിനോദ് കുമാർ, പി പി ബാബു, ബിജു നെടുവാലൂർ, സതീശൻ കസ്തൂരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ 1.